വല നനയ്ക്കൽ പരിപാടിയാണ് കേട്ടോ. ഒന്ന് നമ്മൾ വള്ളം ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വല നനയ്ക്കാൻ വേണ്ടി കടലിൽ പോകുന്നത്. വലയൊക്കെ കയറ്റി നമ്മൾ ആദ്യത്തെ യാത്രയാണ് കേട്ടോ, കടലിലേക്കുള്ള ആദ്യത്തെ യാത്ര വല നനയ്ക്കാനായിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാവരും ഉണ്ട്, ഭയങ്കര ആഘോഷമായിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വല നനയ്ക്കലിന് പോകാനായിട്ട് വള്ളം ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. ഹാർബറിലേക്ക്, ചേറ്റുവ ഹാർബറിലേക്ക് വരികയാണ്. ഒരുങ്ങി റെഡിയായിട്ടെന്ന് പറഞ്ഞാൽ നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത്, അതായത് നമ്മൾ അന്ന് വള്ളം ഇറങ്ങുന്ന ദിവസം കണ്ടല്ലോ, അതുപോലെ തന്നെ വാഴയും കരിക്കും കൊലയും അതുപോലെ പഴക്കൊലകളും ഒക്കെ വെച്ച് അലങ്കരിച്ച് തോരണങ്ങളൊക്കെ ഇട്ട് വളരെ മനോഹരിയായിട്ടാണ്, നല്ല മനോഹരമായിട്ടാണ് വള്ളം ഇങ്ങനെ പുറപ്പെടുക കേട്ടോ, വല നനയ്ക്കൽ പരിപാടിക്കായിട്ട് പുറപ്പെടുന്നത്. അപ്പോൾ ഹാർബറിൽ വന്ന് അടുത്തു, നമ്മുടെ ചേറ്റുവ ഹാർബറിൽ വന്ന് അടുപ്പിച്ചു. ഇനി ഇവിടെ നിന്നാണ് ഞങ്ങളൊക്കെ കയറുന്നത്. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവർ വലയൊക്കെ കയറ്റി ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലയെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പേര് ഇവിടെ നിന്ന് കയറാനുണ്ട്. ഞങ്ങൾ കയറി ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ എന്തായാലും ഹാർബറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കയറിയിട്ടാ. ഇനി ഇവിടെ കുറച്ച് മധുര വിതരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലഡുവും ജിലേബിയും ഒക്കെ കൊടുത്ത്. ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ, സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വള്ളത്തിൻ്റെ അണിയത്തേക്ക് ഇന്ന് കയറുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഉയരത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് കാണാമല്ലോ. ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അണിയത്ത് നിന്നുള്ള നമ്മുടെ ഹാർബറിൻ്റെ കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മുടെ ചേറ്റുവ ഹാർബറിൽ നിന്നാണ് കേട്ടോ പുറപ്പെടുന്നത്. അന്ന് നമ്മൾ വള്ളം ഇറക്കിയത് അഴീക്കോടാണ് ഇറക്കിയത്. അതിന് ശേഷം ചേറ്റുവയിൽ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ വലയൊക്കെ കയറ്റി നല്ല ആഘോഷമായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് ഹാർബറിൽ പൊതുവെ പണി കുറവുള്ള ദിവസമാണ്, മീൻ കുറവുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറപ്പെടാൻ കേട്ടോ, ഹാർബറിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ ചേറ്റുവ മുനക്കക്കടവ് പുലിമുട്ടുകൾക്കിടയിലൂടെ, അതായത് നമ്മുടെ അഴിമുഖത്തൂടെ കടലിലേക്ക് കയറും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോണത്. അങ്ങനെ ഇവിടെ വല നനയ്ക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വല ഇടാൻ പോവാണ്. വല ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വല ഇടുന്ന പോലെ വല മുഴുവനായിട്ട് ഇടൊന്നുമില്ല, ജസ്റ്റ് വല ഇട്ടതിന് ശേഷം വലിച്ച് കയറ്റുക, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും രണ്ടുപേർ വലയും കൊണ്ട് ചാടും, സാധാരണ വള്ളം വല അടിക്കുന്ന പോലെ തന്നെ. ഇതാ
ഏതായാലും അത് കഴിഞ്ഞു. ഇനി തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ച് നമ്മൾ കയറാൻ പോകണം. അഴി കയറി ഹാർബറിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പോകണം കേട്ടോ. നമ്മുടെ മണിക്കടവ് ബുദ്ധിമുട്ടാണ് കാണുന്നത്. അതാ നമ്മുടെ വലയും പണിക്കാരും എല്ലാം ഉണ്ടിട്ട് അവിടെ കുഴപ്പമില്ലൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ പുലിമുട്ടിട്ടാ കയറ്റിയ പുലിമുട്ട് മുട്ടിലെ ചൂണ്ടക്കാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ അഴി കടന്ന് കയറിയിട്ടാണ്. അഴി കടന്ന് കയറിയിട്ട് പോവാണ്. വെള്ളത്തിൻ്റെ ബാക്ക് സൈഡാണ്. നമ്മുടെ കാരിയർ എടുക്കണം കേട്ടോ. നമ്മളപ്പോൾ തിരിച്ച് ഹാർബറിലേക്ക് അടുക്കാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് ഹാർബറിലെത്തി. നമ്മൾ കൊണ്ടുവരുന്ന വാഴക്കൊലയൊക്കെ അഴിച്ച് ഇവിടെ എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ സന്തോഷത്തോടെ ഈ ഒരു വല നനയ്ക്കൽ കഴിഞ്ഞ് നമ്മൾ കരയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആങ്ങണ്ടിയൂരിൻ്റെ ഫസ്റ്റ് വള്ളമാണ് ശരിക്കും ശ്രീ മഹാദേവൻ. അവരുടെ ഇപ്പോൾ രണ്ടാമത്തെ വള്ളമാണ് ഇപ്പോൾ ഇറങ്ങിയത്. വള്ളം ഇറങ്ങി ഇപ്പം ഇന്ന് വല നനയ്ക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് മീൻപിടുത്തം തുടങ്ങും. അപ്പോൾ എന്തായാലും അങ്ങനെ പോട്ടെ.